Hi friends, welcome back to our channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടുക്കളയിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാനിത് മേടിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. അതുപോലെ ഈ വീഡിയോയിൽ തന്നെ ഇതിൻ്റെ റേറ്റും ഒക്കെ പറയുന്നുണ്ട്. അതുകൂടാതെ ഇത് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അതുപോലെ നമ്മുടെ ചാനലിന് ആമസോണിൽ ഒരു പേജ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് കൂടുതൽ പ്രോഡക്ട്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് അതായത് ഈ വീഡിയോയിൽ കാണിക്കാത്ത കുറച്ച് പ്രോഡക്ട്സ് കൂടെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് അതും വേണമെങ്കിൽ വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊരു ഓർഗനൈസറാണ്, പാൻ ഓർഗനൈസറാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാക്കിംഗ് ആണ് കേട്ടോ. ഒന്നും പറയാനില്ല, കാരണം ഒരു കംപ്ലൈൻറ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെയാണ് ഇത് നമ്മൾ തന്നെ ഫിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യണമെന്നൊക്കെ ഉള്ളത് ഒരു ബുക്ക്ലെറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഫിക്സ് ചെയ്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ വെച്ച് പോയച്ചാൽ മതി. നല്ല സ്ട്രോങ് ആണ്. നമ്മളിങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ ഇത്ര ഉറപ്പില്ല എന്നൊക്കെ വിചാരിക്കും, പക്ഷേ നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു സൈഡിൽ മാത്രമാണെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിടെ കബോർഡ്സിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് അടുക്കി വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 749 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ചില ഓഫറുകളും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ. പിന്നെ അടുത്തത് ഒരു റിവോൾവിങ് സ്പൈസ് റാക്കാണ്. ഇതൊരു 16 ജാറാണ് കേട്ടോ ഇതിനകത്തുള്ളത്. നല്ല ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നല്ല ഭംഗിയല്ലേ കാണാനാണെങ്കിലും, ഒരു എന്താ പറയുക ബൾബ് പോലെ ഒരു ഷേപ്പൊക്കെ ആയിട്ട് നല്ല രസമാണ്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നത് 699 രൂപയാണ് കേട്ടോ. ഈ ഓരോ ജാറിൻ്റെ ഉള്ളിലോട്ട് ഈ സാധനങ്ങൾ ഇടുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഇതുപോലത്തെ ചെറിയൊരു ബോട്ടിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിങ്ങനെ ഈ ഒരു ബോട്ടിലിൻ്റെ ഇതിങ്ങനെ എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം ഇത് ഉപയോഗിച്ചാൽ മതിയല്ലോ അങ്ങനെ. അപ്പോൾ അത് മാത്രമാണ് അതിനകത്തൊരു ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ ഇനി അടുത്തത് ഒരു പ്ലാസ്റ്റിക് ജാർ സെറ്റ് തന്നെയാണ്. ഇത് 18 പീസ് ഉണ്ട്. 6 എണ്ണം 1 കിലോയുടെ, 6 എണ്ണം 1/2 കിലോയുടെ, 6 എണ്ണം 250 ഗ്രാം അങ്ങനെയാണ് ഉള്ളത്. ഇതിൻ്റെ റേറ്റ് 519 രൂപയാണ്. പിന്നെ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡബ്ബയാണ്. ഇതൊരു 8 ലിറ്ററാണ് ഇട്ടുള്ളത്. അതായത് നമ്മുടെ അരിയൊക്കെ ആകുമ്പോൾ ഒരു 5 കിലോ അരിയൊക്കെ ഈസി ആയിട്ട് ഇതിനകത്ത് നിറയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നത് 589 ഇതൊരു കോർണർ സിങ്ക് ഓർഗനൈസറാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ ഇതുപോലത്തെ ഒരു റബ്ബറിൻ്റെ ഒരു ഇതുണ്ട്. ഇതിങ്ങനെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ ഫിക്സ് ആയിട്ടിരുന്നോളൂ. എന്നിട്ട് ഇതിനകത്ത് പോഞ്ചൊക്കെ ആണെങ്കിലും ആ വെള്ളമൊക്കെ ഇറ്റ് പോകാനായിട്ടുള്ള ഒരു ഇതും കൂടെ ഉള്ളതുകൊണ്ട് വളരെ നല്ല ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. റേറ്റ് ആണെങ്കിൽ 89 രൂപയാണ് ഉള്ളത്. പിന്നെ അടുത്തത് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ നമ്മുടെ സ്റ്റൗവിനോട് അടുത്തൊക്കെ വയ്ക്കാൻ പറ്റിയ ചെറിയൊരു ഓർഗനൈസറാണ്. ഇതിനകത്ത് തന്നെ ടിഷ്യൂ പേപ്പറും നമുക്ക് ഹോൾഡ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നത് 599 രൂപയാണ്. പിന്നെ അടുത്തത് നമ്മുടെ ഡ്രോയൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വയ്ക്കാൻ പറ്റിയ കട്ട്ലറി ട്രേ ആണ്. അപ്പോൾ എന്താ പറയുക, ഇത് 2 എണ്ണമാണ് കേട്ടോ കിട്ടണത്. അതായത് 200 രൂപയാണ് ഈ 2 എണ്ണത്തിനും കൂടിയുള്ള റേറ്റ്. കുഴപ്പമില്ല, നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. പിന്നെ അതായത് ക്ലേയുടെ ഗ്ലാസ്സാണ്. നമുക്ക് സംഭാരമൊക്കെ വേണമെങ്കിൽ അതെടുക്കാം, ചായ കുടിക്കണമെങ്കിൽ ചായ കുടിക്കാം. അങ്ങനത്തെ ഒരു നല്ലൊരു ഗ്ലാസ്സാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ഫിനിഷിംഗ് ഒക്കെയാണ്. ഇതിന് 6 എണ്ണത്തിന് 300 രൂപയാണ്. അതുപോലെ ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളി പാക്കിംഗ് ആണ് കേട്ടോ. നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ക്ലേയുടെ നമ്മൾ തൈരൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ഗ്ലാസ് മാത്രമാണ് സീസണിങ് ചെയ്തെടുത്തിട്ടുള്ളൂ. അതായത് എന്താ പറയുക, മയപ്പെടുത്തി എടുത്തിട്ടുള്ളൂ. ഇത് അടുത്തത് മയപ്പെടുത്തി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ ക്ലേ പാത്രങ്ങളൊക്കെ മയപ്പെടുത്തി എടുക്കണതിൻ്റെ വീഡിയോ ഉടനടി തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതിൽ 1/2 ലിറ്റർ തൈര് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 249 രൂപയാണ്. പിന്നെ ഇതായതൊരു ഗ്ലാസ് ബൗളാണ്. 1500 ml, അതായത് 1.5 ലിറ്റർ വെള്ളം കൊള്ളും. നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 189 രൂപയാണ്.
അപ്പോൾ ഈ റേറ്റിന് എനിക്ക് തോന്നുന്നു പുറത്തെ കടകളിൽ കിട്ടാൻ സാധ്യത കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് മേടിച്ചോളൂ കേട്ടോ. പിന്നെ അതായത് ഈ സിലിക്കോണിൻ്റെ മൂടികളാണ്. അപ്പോൾ ഇതൊരു 6 എണ്ണം ഉണ്ട്, പല വലിപ്പത്തിലുള്ള 6 എണ്ണമാണ്. ഇതിന് വില വരുന്നത് 100 രൂപയാണ്. ഞാനിത് വാട്ടർമെലൺ ഫ്രിഡ്ജിൽ വയ്ക്കാനായിട്ടാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് ആ വെള്ളമൊക്കെ ഇങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചത്. ഇതൊരു സ്പ്രേ ബോട്ടിലാണ്. അപ്പോൾ ഇത് നമുക്ക് ഞാനിപ്പോൾ എണ്ണ ഊറ്റി വെച്ചേക്കണേ കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഇഡ്ഡലിയോ അല്ലെങ്കിൽ ദോശയൊക്കെ ചൂടാൻ നേരത്തൊക്കെ ആണെങ്കിലും നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും തലയിൽ എണ്ണ തേക്കില്ലേ നമ്മളൊക്കെ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ എണ്ണയൊന്നും ചാടാണ്ട് വളരെ കുറച്ച് മാത്രം ചാടി, അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് മുടിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവർക്ക് തേച്ച് കൊടുക്കാനൊക്കെയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൽ കുറച്ച് വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ തന്നെ ഇത് എടുത്ത് തന്നെ എണ്ണ തേച്ച് പോയി കുളിക്കാൻ പൊക്കോളും. അപ്പോൾ ഇതും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. 189 രൂപയാണ് 4 എണ്ണത്തിന്. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെജിറ്റബിൾസൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ടുള്ള ഒരു ബാഗാണിത്. അപ്പോൾ ഇത് എന്താ പറയുക, വല കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതിനാണ്. ഒരു സിബൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ ഉപകാരമാണ് കേട്ടോ. നമ്മൾക്ക് ഓരോന്നും ഇങ്ങനെ അടുക്കി വയ്ക്കാൻ പറ്റും. അപ്പോൾ മേടിച്ചു കൂടുന്ന വരുമ്പോൾ പ്ലാസ്റ്റിക് കൂടിലാകുമ്പോൾ പെട്ടെന്ന് അത് ചീത്തയായി പോകും. അപ്പോൾ ഇതുപോലത്തെ ഒരു കവറിലാക്കി വെച്ചേക്കുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളൂ. അപ്പോൾ ഇത് ഒരു 12 പീസിന് 190 രൂപയാണ് വില വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടി പണികളൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ ഏൽപ്പിച്ചോളൂ കേട്ടോ. അപ്പോൾ അവരത് എളുപ്പത്തിന് നമുക്ക് ചെയ്തു തരും. പിന്നെ അടുത്തത് ഇതുപോലത്തെ ഒരു എന്താ പറയുക, കുൽഫി മേക്കർ അല്ലെങ്കിൽ നമ്മുടെ ഐസ് മേക്കർ, ഐസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് ചോക്കോബാറും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 176 രൂപയാണ്. പിന്നെയുള്ളത് ഇതുപോലത്തെ ക്ലിപ്പാണ്. അപ്പോൾ നമ്മൾ പാക്കറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയൊക്കെ ചെയ്യുമ്പോൾ ബാലൻസൊക്കെ വരുമ്പോൾ അത് ആ പാക്കറ്റിൽ തന്നെ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ നല്ല എയർ ടൈറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താ പറയുക, നാട്ടിൽ കിട്ടില്ലാത്ത ഐറ്റംസ് കഴിവതും ഓൺലൈനിൽ നിന്ന് മേടിക്കുക. മറ്റുള്ളതൊക്കെ നമ്മൾ കടയിൽ തന്നെ പോയി മേടിക്കുക കേട്ടോ. നമ്മൾ വെറുതെ അവർക്ക് പണി ഉണ്ടാക്കരുതല്ലോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ വിലയാണെങ്കിലും ചിലപ്പോൾ ഓൺലൈനിലായിരിക്കും വില കൂടുതൽ, ചിലപ്പോൾ നമ്മുടെ സാധാ കടകളിലായിരിക്കും വില കൂടുതൽ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊരു 2 ഐസ്ക്രീം ബൗളാണ്. ഇതിന് വില വന്നത് 2 എണ്ണത്തിനോട് കൂടി 226 രൂപയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നാളെ രാവിലെ 8 മണിക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആഷസ് ക്രിയേഷൻസ്.